ജോജി, ജോജി, എന്താ ജോജി, എന്താടി ഇപ്പൊ വരാ നിക്ക്. എന്താ എന്തു പറ്റി? എന്തിനാ കരയുന്നത്? എന്താ പ്രശ്നം എന്ന് പറ. നീ ഇന്ന് കരയാതെ കാര്യം പറ. ആര്? സ്റ്റീഫൻ. ഞാൻ പറഞ്ഞിട്ടില്ലേ, അവനെന്നെ തല്ലി. തല്ലിയോ? എന്തിന്? ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴി അവനെന്നെ ഫോളോ ചെയ്ത് വന്നു. കാറ് കയറാൻ അനുവദിച്ചു. പറ്റില്ലെന്ന് പറഞ്ഞപ്പോ എന്നെ പിടിച്ചേറ്റാൻ ശ്രമിച്ചു. അവനിപ്പോ എവിടെ ഉണ്ടാവും? ചേട്ടാ, ഈ സ്റ്റീഫൻ റൂം ഏതാ? ഇവിടെ നിന്ന് ലെഫ്റ്റ്. താങ്ക്സ് ചേട്ടാ. എന്താ സാറേ ഇവിടെ? ജോജി അകത്തുണ്ടോ? ഉണ്ട് സാറേ, അവൻ എഴുന്നേറ്റില്ല, അകത്ത് കിടക്കുക. കേറി നോക്കണം. എന്താ പ്രശ്നം? എനിക്കറിയില്ല. സാറേ എന്താ കാര്യം? എന്താ കാര്യം? അമ്മ, അച്ഛാ, അമ്മ. ഇങ്ങോട്ട് എന്താ സാറേ? നടക്കടാ അങ്ങോട്ട്. നമ്മുടെ കുഞ്ഞിനെ എന്തിനാ കൊണ്ടുപോയി? അമ്മ, അച്ഛാ. എന്താ കാര്യം? അങ്ങോട്ട് കേട്ടോ. മാത്തുക്കുട്ടിയെ, പ്രവീണ തുറക്ക്. മാത്തുക്കുട്ടി, എന്താടാ പ്രശ്നം? അങ്ങോട്ട് മാറിയിക്കണേ. ജോജി, ഞാനൊന്നും ചെയ്തിട്ടില്ല. ജോജി, എന്താ സാറേ? എന്താ സാറേ പ്രശ്നം? നീ ഇക്കടോ അങ്ങോട്ട്. എന്തിനാ സാറേ അവനെ കൊണ്ടുപോണേ? അതൊക്കെ വഴിയാണ്. സാറേ, ജോയിച്ചും വരുന്നില്ലേ? ഇല്ല കുറുപ്പേട്ട, ആ SI നിസാർ എന്നെ കണ്ട കലിപ്പ. എന്നോടുള്ള ദേഷ്യം അയാൾ അവനോട് തീർക്കും. നിങ്ങൾ ചെല്ലേ. സാറേ, എന്താടോ? അവനെ ഒന്ന് കാണാൻ അനുവദിക്കണം. ഇപ്പൊ കാണാനൊന്നും പറ്റത്തില്ല സാറേ, ഞങ്ങൾ ഒന്ന് അവനെ കണ്ടിട്ട് വയ്ക്കൊള്ളാം. ജോജി ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീയാണോ തീരുമാനിക്കുന്നത്? അതൊക്കെ തീരുമാനിക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട്. പൊയ്ക്കോ. ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല. എന്താടോ അവിടെ? അതാ ജോജിയുടെ വീട്ടുകാരാ. ഇവരെ പറഞ്ഞു വിട്. ജോജി ഒന്ന് കാണാൻ വന്നതാ സാർ. സാർ, അവനോട് ഒന്ന് സംസാരിക്കാൻ അനുവദിക്കണം. അവൻ്റെ അമ്മ ആശുപത്രിയിലാണ് സാർ. നിങ്ങളിപ്പോ പോ. സാർ പ്ലീസ്. സാർ, ഞങ്ങൾ അവനെ ഒന്ന് കണ്ടിട്ട് പോയിക്കോളാം. നിയമപരമായി ഞങ്ങൾക്ക് അത് അനുവദിക്കാൻ കഴിയില്ല. സാർ, ജോജിക്ക് അങ്ങനെ ഒരാളെ കൊല്ലാനൊന്നും കഴിയില്ല. ഒരുത്തനെ കൊന്നതിനെ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നേ, അല്ലാതെ സുഖവാസത്തിനൊന്നും അല്ല. നിസാർ സർ, ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല. ജോജിയുടെ കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. നിങ്ങളിപ്പോ പോ. ചെന്ന് നല്ലൊരു വക്കീലിനെ കാണാൻ. നിന്ന് സമയം കളയണ്ട.